നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ഒളിമ്പ്യൻ ശ്രീജേഷിന് കൈരളി TV ഒരുക്കിയ ആദരം സ്നേഹപൂർവ്വം ശ്രീജേഷിന് കൊച്ചിയിൽ നടന്നു. കൈരളി TVയുടെ സ്നേഹോപകാരം ചെയർമാൻ മമ്മൂട്ടി ശ്രീജേഷിന് കൈമാറി. A. വിജയരാഘവൻ, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് MP, മഞ്ജു വാര്യർ, IM വിജയൻ എന്നിവർ പങ്കെടുത്തു. പ്രതിഭയായ PR ശ്രീജേഷ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ മെഡൽ നേടാൻ സാധിച്ചതെന്ന് A. വിജയരാഘവൻ. രാജ്യത്തിനു വേണ്ടി കൂടുതൽ മെഡൽ നേടാൻ ശ്രീജേഷ് ഭാവി തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്നും A. വിജയരാഘവൻ. ഇന്ത്യൻ ഹോക്കിയിലെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പറായി PR ശ്രീജേഷിനെ കാണാവുന്നതാണെന്ന് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ. ഹോക്കിയിൽ ഇന്ത്യയുടെ തിരിച്ചുവരവിന് ശ്രീജേഷ് നിർണായക പങ്കുവഹിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ പ്രകടനം ഏറ്റവും വലിയ തെളിവാണെന്നും പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ടീമിനെ ഒന്നിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി. കായിക ലോകത്തിൽ ഇന്ത്യയുടെ യശസ് ശ്രീജേഷ് ഉയർത്തിപ്പിടിച്ചെന്ന് മഞ്ജു വാര്യർ. ശ്രീജേഷിന്റെ ജീവിതത്തിൽ നിന്നും പലതും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉൾക്കൊള്ളാനുണ്ടെന്നും വലിയൊരു സന്ദേശമാണ് ശ്രീജേഷിന്റെ ജീവിതം നൽകുന്നതെന്നും മഞ്ജു വാര്യർ. ഹോക്കിയിൽ ഇത്രയും നാൾ ഗോൾ കീപ്പറായി തുടരുക എന്നത് വലിയ വെല്ലുവിളിയാണെന്ന് IM വിജയൻ. ആ വെല്ലുവിളി വിജയകരമായി PR ശ്രീജേഷ് പൂർത്തിയാക്കിയെന്നും IM വിജയൻ. ഇന്ത്യയുടെ വൻമതിലാണ് PR ശ്രീജേഷ് എന്ന് ജോൺ ബ്രിട്ടാസ് MP. ഇന്ത്യയുടെ വൻമതിലെന്ന് ലോകം വിശേഷിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അഭിമാനമെന്ന് ജോൺ ബ്രിട്ടാസ് MP. ശ്രീജേഷിന്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമെന്നും മമ്മൂട്ടി. കിട്ടുന്ന അവസരങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ ഉപയോഗിച്ചതാണ് ശ്രീജേഷിന്റെ വിജയം. ശ്രീജേഷിന്റെ ചുവട് പിടിച്ച് വരും തലമുറ കൂടുതൽ മെഡലുകൾ കൊണ്ടുവരട്ടെ എന്നും മമ്മൂട്ടി. ഒളിമ്പിക്സ് മെഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിൽ അഭിമാനമെന്ന് PR ശ്രീജേഷ്. ഹോക്കിയെ കേരളം ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട്. തനിക്ക് സാധിക്കുമെങ്കിൽ എല്ലാവർക്കും ഈ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും PR ശ്രീജേഷ്. ADGP MR അജിത് കുമാറിനെതിരായ PV അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ആരോപണങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. അച്ചടക്ക ലംഘനം വെച്ചു പൊറുപ്പിക്കില്ലെന്നും എത്ര ഉന്നതനായാലും നടപടിയെന്നും മന്ത്രി. ADGP അജിത് കുമാറിനെതിരായ തന്റെ വെളിപ്പെടുത്തലുകൾ റിട്ടയർഡ് ജഡ്ജി അന്വേഷിക്കണമെന്ന് PV അൻവർ. നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിക്കുമെന്നും അൻവർ. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും കത്ത് നൽകിയിട്ടുണ്ടെന്ന് MR അജിത് കുമാർ. പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി സിമി റോസ്ബെൽ ജോൺ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് DK ശിവകുമാർ കൊടുത്തയച്ച 30 കോടി എവിടെ പോയെന്ന് VD സതീശനോട് സിമി റോസ്ബെൽ. CPM-മായി ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിച്ചാൽ തലമുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുമെന്നും സിമി. VD സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് DYFI പ്രതിഷേധം. സതീശൻ രാജിവെക്കണമെന്ന് DYFI. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് കേന്ദ്ര ജല കമ്മീഷന്റെ അംഗീകാരം. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. കേരളത്തിന്റെ നിലപാടിന് അംഗീകാരമെന്ന് റോഷി അഗസ്റ്റിൻ. അതിജീവനത്തിന്റെ പുത്തൻ പാഠവുമായി വയനാട്. ദുരന്തത്തിനിരയായ മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളിൽ. ജയസൂര്യക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. മുകേഷിന് പിന്നാലെ സിദ്ദീഖും ഇടവേള ബാബുവും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ. വാദം കേൾക്കൽ അടച്ചിട്ട കോടതിയിൽ. സിനിമയിൽ പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 72 സാംസ്കാരിക പ്രവർത്തകരുടെ കത്ത് മുഖ്യമന്ത്രിക്ക്.
കൊച്ചി വിമാനത്താവളത്തിൽ സജ്ജമായ രാജ്യത്തെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. സിയാലിൽ 550 കോടി രൂപയോളം ചെലവിട്ട് നടത്തുന്ന രാജ്യാന്തര ടെർമിനൽ വികസനം അടുത്ത 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. ഉരുൾപൊട്ടലിൽ അനാഥരായ ജനങ്ങളുടെ അതിജീവനത്തിന്റെ വഴിയിൽ കരുത്തു പകരാനായി കടത്തനാട്ടിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ ധനവും മനവും ഒന്നിക്കുന്നുവെന്ന സന്ദേശവുമായി വടകരയിൽ സംഘടിപ്പിച്ച കലാസംഗമത്തിൽ നിരവധി പേർ ഒത്തുചേർന്നു. ആം ആദ്മി പാർട്ടി MLA അമാനത്തുള്ള ഖാന്റെ വീട്ടിൽ ED റെയ്ഡ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിലാണ് റെയ്ഡ്. ദില്ലി ഓഖ്ലയിലെ വീട്ടിലാണ് ED റെയ്ഡ് നടത്തിയത്. കോട്ടയം കുറിച്ചി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ ഓണത്തെ വരവേൽക്കാനൊരുങ്ങി പൂപ്പാടങ്ങൾ. ബന്ദിപ്പൂ കൃഷി ആദ്യഘട്ട വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ നിർവഹിച്ചു. CPIM കൂട്ടിക്കൽ തേൻപുഴ EMS നഗർ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ജില്ലാ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കുട്ടിക്കലിൽ പ്രളയബാധിതർക്കായി CPIM പണി കഴിപ്പിച്ച വീടുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് തുറന്നത്. മുതിർന്ന നേതാവ് KJ തോമസ്, ഏരിയ സെക്രട്ടറി K രാജേഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. മണർക്കാട് സെന്റ് മേരീസ് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനവും വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ജില്ലാ പോലീസ് മേധാവി ഷാഗുൽ ഹമീദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയിലയും കച്ചവടം ചെയ്യുന്ന പ്രതി അറസ്റ്റിൽ. പൂവച്ചൽ സ്വദേശി പ്രദീപ് കുമാറിനെയാണ് 9 കുപ്പി മദ്യവുമായി കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 10 വർഷത്തോളമായി മുളമൂട് ജംഗ്ഷന് സമീപം ഇയാൾ കച്ചവടം ചെയ്തു വരികയാണ്. പാലക്കാട് ജില്ലാ ലൈബ്രറിയിൽ EP രാജഗോപാലൻ രചിച്ച വായനക്കാരൻ, MT, ഭാഷ, ഭാവന, വിനിമയം എന്നീ പുസ്തകങ്ങളുടെ ചർച്ച സംഘടിപ്പിച്ചു. TR അജയൻ, ഡോക്ടർ P ചിത്രഭാനു, ഡോക്ടർ വിജു നായരങ്ങാടി, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ C ഗണേഷ് തുടങ്ങിയവർ പുസ്തകങ്ങളെ മുൻനിർത്തി സംസാരിച്ചു. കോങ്ങാട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPIM പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ചെയർമാനായി V സേതുമാധവനെയും വൈസ് ചെയർമാനായി ബിന്ദു കൃഷ്ണദാസിനെയും തെരഞ്ഞെടുത്തു. ആസാം സ്വദേശിയായ യുവാവ് മരിച്ച നിലയിൽ. ലൂയിസ് എന്ന യുവാവാണ് മരിച്ചത്. കടുത്തുരുത്തി സോഡിയാക് ബാറിന് സമീപം ചതുപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കടുത്തുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. UAEയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗ്ലോബൽ ഹൈസ്കൂൾ ക്രിക്കറ്റ് കപ്പ് സംഘടിപ്പിക്കുന്നു. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികളാകും ടൂർണമെന്റിൽ പങ്കെടുക്കുക. മുൻ UAE ദേശീയ ക്രിക്കറ്റ് താരം ഷഹസാദ് അൽത്താഫിന്റെ നേതൃത്വത്തിൽ യങ് ടാലന്റ്സ് ക്രിക്കറ്റ് അക്കാദമിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഓണമൊരുക്കാൻ ബന്ദിപ്പൂവുമായി കാഷ്യൂ കോർപ്പറേഷനും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും. കോർപ്പറേഷന്റെ കൊട്ടിയം ഫാക്ടറി വളപ്പിൽ പൂത്തുലഞ്ഞു കിടക്കുന്ന ബന്ദിപ്പൂവിന്റെ വിളവെടുപ്പ് M നൌഷാദ് MLAയും കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹനും ചേർന്ന് നിർവഹിച്ചു. പപ്പടത്തിലെ വ്യാജന്മാരെ കണ്ടെത്താൻ പുതിയ ആപ്പ് ഒരുങ്ങുന്നു. കേരള പപ്പടം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ 2 ആഴ്ചയ്ക്കുള്ളിൽ പപ്പടത്തിലെ വ്യാജന്മാരെ കണ്ടെത്താനുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അസോസിയേഷന്റെ പരിശോധനയ്ക്ക് ശേഷം കവറിൽ കെപ്മ ലോഗോയും അംഗത്വ നമ്പരും രേഖപ്പെടുത്തും.
കർണാടകയിൽ നിന്ന് സംസ്ഥാനത്തിലേക്കുള്ള ലഹരിക്കടത്തിലെ പ്രധാന കണ്ണിപിടിയിൽ 30 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെയാണ് പിടികൂടിയത്. കർണാടക സ്വദേശി ബൈരക്കുപ്പ സന്തോഷിനെയാണ് വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. PV സ്വാമി പുരസ്കാരം ഗോകുലം ഗോപാലിന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സമ്മാനിച്ചു. കോഴിക്കോട് ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാരം നൽകിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി PV സ്വാമിയുടെ സ്മരണയ്ക്കായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പശുവിറച്ചി കഴിച്ചെന്നാരോപിച്ച് കുടിയേറ്റ തൊഴിലാളിയെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊന്ന സംഭവത്തെ നിസാരവൽക്കരിച്ച് ഹരിയാന മുഖ്യമന്ത്രി. സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയ മുഖ്യമന്ത്രി ഇത് ആൾക്കൂട്ട കൊലപാതകമല്ലെന്നും ഹരിയാന അസംബ്ലി കർശനമായി പശു സംരക്ഷണ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. ദില്ലിയിൽ അമ്മ നവജാത ശിശുവിനെ പാല് കൊടുക്കുന്നതിനിടയിൽ ശ്വാസം മുട്ടിച്ചു കൊന്നു. 28-കാരിയായ യുവതി തുടർച്ചയായി പെൺകുട്ടികൾ ഉണ്ടാവുന്നതിൽ അസ്വസ്ഥയായിരുന്നു. 4ാമത്തെ കുട്ടിയും പെണ്ണായതോടെ സമൂഹത്തിൽ നിന്നുള്ള അപമാനം ഭയന്നാണ് കൊലപാതകം നടത്തിയത്. ഒരു വർഷം പിന്നിട്ടിട്ടും മണിപ്പൂരിലെ വർഗീയ കലാപത്തിന് അറുതിയില്ല. സംസ്ഥാനത്തെ സുപ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമായ NIT-യിൽ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയും പഠിക്കാനില്ലെന്ന് റിപ്പോർട്ട്. മതം മാറിയ പട്ടികവർഗ വിഭാഗക്കാർ സംവരണം ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ തോക്കാൻ സാഹു. പ്രത്യേക മതത്തിലുള്ളവർക്ക് മാത്രമാണ് സംവരണത്തിന് അർഹതയുള്ളതെന്നും സാഹു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ 3 മാസത്തിനകം സർവീസ് തുടങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കോച്ചുകളുടെ നിർമ്മാണം പൂർത്തിയായെന്നും നിരവധി പുതുമകളാണ് ട്രെയിനിലുള്ളതെന്നും മന്ത്രി. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഭിന്നതയെ തുടർന്ന് BJP ജില്ലാ പ്രസിഡന്റ് അടക്കം 2 നേതാക്കൾ കൂടി പാർട്ടി വിട്ടു. സംബ ജില്ലാ അധ്യക്ഷൻ കശ്മീർ സിംഗ്, യുവമോർച്ച ജമ്മു ജില്ലാ അധ്യക്ഷൻ കണവ് ശർമ്മ എന്നിവരാണ് പാർട്ടി വിട്ടത്. ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. കടലിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് റിപ്പോർട്ട്. മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ വെടിവെപ്പ്. ആയുധധാരികളായ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും പോലീസ് കമാൻഡോയടക്കം 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. റഫയിലെ അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 2-3 ദിവസം മുമ്പ് തന്നെ ഇവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സേനയുടെ വിലയിരുത്തൽ. മോസ്കോയിലടക്കം കനത്ത ഡ്രോണാക്രമണം നടത്തി യുക്രൈൻ. വൈദ്യുത നിലയവും എണ്ണ ശുദ്ധീകരണശാലയും തകർന്നതായി റിപ്പോർട്ട്. 15 മേഖലകളിലായി 188 ഡ്രോണുകൾ യുക്രൈൻ തൊടുത്തുവിട്ടതായാണ് റഷ്യ അറിയിച്ചത്. ഇംഗ്ലണ്ടിലെ O2 അരീനയ്ക്ക് സമീപം ഫിലിം സെറ്റിൽ വൻ സ്ഫോടനം. വാഹനങ്ങൾ കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പോലീസ് അറിയിച്ചു. ഗാസയിൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ പോളിയോ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നു. 12 ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ ഇതിനകം ഗാസയിൽ എത്തിച്ചെന്ന് ലോകാരോഗ്യ സംഘടന.
10 വയസ്സിന് താഴെയുള്ള 6,40,000 കുട്ടികൾക്ക് വാക്സിൻ വിതരണം ചെയ്യാനാണ് നീക്കം. റഷ്യൻ ചാരതിമിംഗലം എന്നറിയപ്പെട്ട ചെറുതിമിംഗലത്തെ നോർവേയിൽ ചത്ത നിലയിൽ കണ്ടെത്തി. തെക്കു പടിഞ്ഞാറൻ നോർവേയിലെ റിസ്വേക്ക് സമീപമാണ് ജഡം കണ്ടെത്തിയത്. ഹവാൽദിമിർ എന്നു പേരിട്ട ബെലൂഗ ഇനത്തിലെ തിമിംഗലമാണിത്. ഡൊണാൾഡ് ട്രംപിന്റെ ഡാൻസിനെ ട്രോളി സോഷ്യൽ മീഡിയ. വെള്ളിയാഴ്ച വാഷിംഗ്ടൺ DC-യിൽ വെച്ചായിരുന്നു മോംസ് ഫോർ ലിബർട്ടി സംഘത്തിന്റെ വാർഷിക പരിപാടിയിൽ ട്രംപ് നൃത്തം ചെയ്തത്. സ്ഥാപനത്തിന്റെ സഹസ്ഥാപകർക്കൊപ്പമായിരുന്നു ട്രംപിന്റെ നൃത്തം. UAE-യിലെ പൊതുമാപ്പ് പദ്ധതിക്ക് തുടക്കമായി. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവർക്ക് താമസം നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ രാജ്യം വിടാനും അവസരമൊരുക്കുന്നതാണ് പദ്ധതി. രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സൗകര്യവും UAE ഒരുക്കിയിട്ടുണ്ട്. മലയാളം മിഷൻ ആഹ്വാനം ചെയ്ത വയനാടിനൊരു $1 ക്യാമ്പയിനിന്റെ ഭാഗമായി മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3,17,000 രൂപ കൈമാറി. ഓരോ ചാപ്റ്ററുകളിൽ നിന്നും കണ്ടെത്തുന്ന തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് അയക്കുന്ന രീതിയിലാണ് മലയാളം മിഷൻ പദ്ധതി ആവിഷ്കരിച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.